നടിയെ ആക്രമിച്ച കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഈ മണിക്കൂർ ഉണ്ടാകുക എന്നത് ഉമാ തോമസ് MLA-യിൽ നിന്നാണ്. PT തോമസ്, മുൻ MLA PT തോമസ്, അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസ് മൊഴി നൽകുന്നതിനെ സ്വാധീനിക്കാൻ അന്ന് ശ്രമം നടന്നു എന്നതാണ് ഇപ്പോൾ ഉമാ തോമസ് വെളിപ്പെടുത്തുന്നത്. മൊഴി നൽകരുത് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ഒന്നും കൂട്ടിയോ ഒന്നും കുറച്ചോ പറയുന്ന നിലപാട് ആണ് തനിക്കുള്ളത് എന്നാണ് PT ഇവരോടെല്ലാം പറഞ്ഞത്. ആരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ പറയുന്നില്ല എന്നും ഉമാ തോമസ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. രാജ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരാൻ പോവുകയാണ്. ഡിസംബർ 8-നാണ് വിധി പുറപ്പെടുവിക്കുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു PT തോമസ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചേരുന്നത്. PT ഇല്ല, പക്ഷേ PT ഏറെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. അതിനകത്ത് സാക്ഷ്യം കൂട്ടിൽ കയറിയതാണ്. വിധി വരാൻ പോവുകയാണ്. എന്താണ്? ഡിസംബർ 8-ന് നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് വിധി വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് തന്നെയാണ്, കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയായിരിക്കും ഇതിലുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ PT-യുടെ ഒരു ഇടപെടലാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. PT എങ്ങനെയായിരുന്നു ആ സമയത്ത് ഈ ഒരു സംഭവത്തെ അദ്ദേഹം എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? സത്യത്തിൽ ഞാൻ ഡിസംബർ 8-ന് എൻ്റെ വിധി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തത് PT-യുടെ ആ ദിവസത്തെക്കുറിച്ചാണ്. ആ ദിവസം PT ഇവിടെ വീട്ടിൽ വന്ന് കയറി കിടന്നപ്പോഴാണ് ഒരു ഫോൺ വന്നിട്ട് പെട്ടെന്ന് ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയും, അപ്പോൾ എവിടേക്കാന്ന് സാധാരണ പറയാറുണ്ട്, പക്ഷേ ഒരു അത്യാവശ്യ കാര്യമാണ് അങ്ങനെ ഒരിക്കലും PT പറയാറില്ല, പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പോയിട്ട് തിരിച്ചു വന്ന ശേഷം PT-ക്ക് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. PT എരിപിരി കൊള്ളണോ അല്ല, എനിക്ക് സത്യത്തിലത് എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല. സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു വേദനയായിരുന്നു PT-യുടെ ഒരു പ്രവർത്തനത്തിലുടനീളം ഞാൻ കണ്ടത്. അത്രയധികം വിഷമത്തോടുകൂടി അതിരാവിലെ തന്നെ ആലപ്പുഴയ്ക്ക് പോയിട്ട് നമ്മുടെ മെഷീനത്തിൽ അന്ന് ഒരു ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് ഈ വിവരം ഡിസ്ക്ലോസ് ചെയ്തത്. അങ്ങനെയാണ് കേരളം മുഴുവൻ ഈ വിവരം അറിയുകയും ഒക്കെ ചെയ്തത്. അതിനു മുമ്പ് ആരും തന്നെ, രാത്രി അത് നടന്നെങ്കിലും ആരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. മാനസിക സംഘർഷം ഉണ്ടായിരുന്നല്ലോ, ഇത് പറയണമോ വേണ്ടയോ, എന്ത് ചെയ്യണമെന്നുള്ള അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ ചേച്ചിയായിട്ട്? PT-ക്ക് അങ്ങനെ ഒരു സംശയമില്ലല്ലോ. PT അപ്പോൾ തന്നെ ആ കുട്ടിയെ സമാശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ ഇനിയൊരു കുട്ടിക്ക് ഇതുപോലെ സംഭവിക്കരുത്, അതിന് നീ ധീരമായിട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് PT-യുടെ ഫോണിൽ നിന്നാണ് IG-യെ വിളിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം ഒരു തീവണ്ടി യാത്രയിലായിരുന്നു. അദ്ദേഹം തീവണ്ടിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയോട് സംസാരിക്കുന്നത്. ഇൻ ഡീറ്റെയിൽ ആ കുട്ടിയുടെ അടുത്ത് ഫോണിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി സംസാരിക്കുകയും PT തന്നെയാണ് പറഞ്ഞത്, നല്ല ധൈര്യമായിട്ട് മുന്നിൽ പൊക്കോ, ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കരുത്, മാത്രമല്ല സത്യം എന്തായാലും ഒരു ദിവസം പുറത്തു വരുമെന്ന് നല്ല ആത്മധൈര്യം കൊടുത്തിട്ട് തന്നെയാണ്. PT മൊഴി കൊടുക്കാനും പോയിട്ടുണ്ടായിരുന്നു. ആ സമയമൊക്കെ എന്തായിരുന്നു PT പറഞ്ഞിട്ടുണ്ടായിരുന്നു? മൊഴി കൊടുക്കാൻ പോയപ്പോൾ PT-ക്ക് കുറച്ചൊരു ദുരനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മൊഴി കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു പക്ഷം ഉണ്ടായിരുന്നു, മൊഴി അത്ര സ്ട്രോങ് ആവരുതെന്ന് പറഞ്ഞ പക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ PT പറഞ്ഞ ഉത്തരം, ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷെ ഞാനൊന്നും കുറച്ച് പറയാനും തയ്യാറില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് PT-യുടെ പേഴ്സണൽ ആളുകളിലൊക്കെ അല്ലേ, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. എന്തായാലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല PT എന്നും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്ന് ഒന്നുകൂടെ തെളിയിച്ചുകൊണ്ട് PT പറഞ്ഞത് ഈ വാക്കാണ് ഞാൻ പ്രത്യേകം ഓർക്കുന്നു, ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷെ ഞാനൊന്നും കുറച്ച് പറയാനും തയ്യാറില്ല എന്ന്. രാഷ്ട്രീയ സുഹൃത്തുക്കളാണോ അതോ സിനിമയിലുള്ള സുഹൃത്തുക്കളായിരുന്നോ? അതൊക്കെ പലരും ഉണ്ട്, അങ്ങനെ എല്ലാ ഇടപെടലുകളും ഒക്കെ ഉണ്ട്. കാരണം ദിലീപാണല്ലോ ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ദിലീപ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളങ്ങനെ PT ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. തെറ്റ് അവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊഴിയെ സ്വാധീനിക്കാൻ പുറത്തുനിന്ന് ആൾക്കാർ ശ്രമിച്ചു, പക്ഷേ ആ സ്വാധീനത്തിനൊന്നും വഴിപ്പെടാതെ കൃത്യമായ കാര്യങ്ങൾ PT കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് PT-യുടെ സഹധർമ്മിണിയായ ഉമാ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിഖിൽ ജോസഫിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.